കേരളകൗമുദി ദിനപത്രം എഴുതുന്നു, മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ, മരണമൊഴി എന്ന് വേണമെങ്കിൽ പറയാം, മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉമ്മ പാതിബോധത്തിൽ പറഞ്ഞത് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണെന്നാണ്. അതായത് മകൻ തന്നെ തലയ്ക്കടിച്ചെന്നോ മകൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് കേരളകൗമുദി എഴുതിയിരിക്കുന്നത്. മറ്റൊരിടത്തും ആ വാർത്തയില്ല. വാസ്തവത്തിൽ ഉമ്മയുടെ നില ഗുരുതരമാണെന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നും ഒക്കെ പത്രവാർത്തകളുണ്ട്. ഒരുപാട് തവണ ഉമ്മയുടെ തലയ്ക്ക് അവൻ അടിച്ചു. ഇപ്പം നിങ്ങൾ കേട്ട ഈ ന്യൂസ് എന്ന് പറയുന്നത് മറുനാടനിൽ വന്നൊരു ന്യൂസാണ്. ആ ഒരു അമ്മയ്ക്ക്, അതും സ്വന്തം മോൻ തന്നെ കൊല്ലാൻ ശ്രമിച്ച അമ്മ, എങ്ങനെയും കുറച്ച് ജീവനാണുള്ളത്. ആ ഒരു അമ്മ മൊഴി നൽകിയപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മോനൊന്നും എന്നെ ഒന്നും ചെയ്തതല്ല, ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്ന് മോനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഉമ്മ. അത്രയ്ക്ക് നല്ലൊരു ഉമ്മയാണ് ഇവൻ കൊല്ലാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇവൻ ഇതിനൊക്കെ ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇവൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം തന്നെയാണെന്നാണ് ഏകദേശം ഉറപ്പിക്കാൻ പറ്റിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ ഒരു കാരണമില്ല. അതുപോലെ തന്നെ ഇവൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു ആൻറ്റി ഇവനെ പറ്റി പറയുന്നത്, ഇവൻ നല്ല ഒരു വ്യക്തിയാണ്, ഇവൻ ഇങ്ങനൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചതല്ല, അവൻ്റെ ഉമ്മയൊക്കെ നല്ല രീതിയിലായിരുന്നു നോക്കിയിരുന്നത്, ഇങ്ങനെ ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചില്ലെന്നാണ് അവരും പറയുന്നത്. സോ ഇങ്ങനെയുള്ള നല്ലവനായിട്ടുള്ള വ്യക്തി ഇങ്ങനെ ചെയ്യണമെങ്കിലോ ലഹരിയുടെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. ആളോട്ട് കണ്ട് വളർന്നവരൊക്കെയാണ് വെച്ചാൽ നല്ലൊരു സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് ആ പിള്ളേരും, നല്ല സ്വഭാവമുള്ളതാണ്. പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്ന് കേട്ടാൽ അത് അവൻ മാത്രമല്ലേ അറിയാവൂ. പക്ഷെ ഇവ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു. അമ്മയോടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കും. എന്ന് വെച്ചാൽ ഒരു പാവയെ കൊണ്ട് നടക്കും പോലെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത്. എപ്പോഴും നോക്കിയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇവർ 3 പേരും കൂടി ഒരുമിച്ചാണ് പോവുകയും വരും. നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഇവൻ്റെ മുഖം എങ്ങനെ മാറിയെന്ന് കേട്ടാൽ ആർക്കും അറിയാൻ പറ്റൂല. പിന്നെ ഈ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറയണത് ഇപ്പം ഇന്നലെ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയുള്ളൊരു പയ്യനല്ല. നമ്മൾ പറയുകയും ചെയ്യുമായിരുന്നു അവൻ നല്ല കൊച്ചാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് കേട്ടാൽ അറിയാൻ പറ്റത്തില്ല. സോ അവർ പറഞ്ഞു കേട്ടില്ല, ഇത്രയും നല്ല ഒരു വ്യക്തിയെ, ഒരു പയ്യനെ കാണാൻ പറ്റത്തില്ല. ഇവൻ്റെ ഉമ്മയും ഇവർ 2 മക്കളെ നല്ല രീതിയിലാണ് നോക്കിയത്, ഇവർ നല്ല സ്നേഹത്തിലാണ്, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്താണ് നടന്നതെന്നൊന്നും അറിയാൻ വയ്യ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും അറിയാൻ വയ്യെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടോ നമുക്കെങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും, അവൻ ചിലപ്പം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് കൂടിയതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ മതി കൊലപാതകം വരെ നടക്കാൻ. അത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, അവൻ എന്ത് നല്ല പയ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവൻ എത്ര പേരെയാണ് കൊന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനെ പോലും കൊന്നു. അതും എത്ര ക്രൂരമായിട്ടാണ് അവൻ കൊലപ്പെടുത്തിയത്. ഇനി അത് പറഞ്ഞിട്ടൊന്നും എത്ര പാവമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം ഇവൻ്റെ സഹോദരൻ്റെ, ആ ഒരു പാവം സഹോദരൻ്റെ സ്കൂളിൽ അവനെ പഠിപ്പിച്ച ആ ടീച്ചർമാർക്ക് പറയാനുള്ളത്, ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പൊതുവെ ആൾ സൈലൻ്റാണ്, എപ്പോഴും ചിരിച്ചൊരു മുഖമാണ്, വലിയ ബഹളത്തിനൊന്നും പോകാറൊന്നുമില്ല. ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു അല്ലേ? പരീക്ഷ എഴുതാറുണ്ടായിരുന്നു. പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് അമ്മ മെസ്സേജ് ഇടും വയ്യാന്നുള്ളത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒരിക്കൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. ഇന്നലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിരുന്നു? അതായത് ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? കഴിഞ്ഞ് എല്ലാവരും പോയി, ഞാൻ IT ലാബിലായിരുന്നു. സാധാരണ പോലെ തന്നെയുള്ളൂ. അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല. പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്ന് അറിഞ്ഞൂടാ. എങ്ങനെയാണ് അറിഞ്ഞത് അഫ്സാൻ ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടുന്ന് പോയത്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ സാറ് പഴയ ഒരു ഫോട്ടോയാണ് ഇട്ടിരുന്നത്. ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുമായിരുന്നു. അത് കുറച്ച് പഴകിയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ പാടാണ്. പക്ഷേ നമുക്കത് മനസ്സിലായി കുട്ടിയാണ്. പിന്നെ ന്യൂസൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഈ സംസാരിച്ചത് ആ ഒരു ഇളയ കുട്ടിയെ, മരിച്ചുപോയ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർമാരാണ് സംസാരിച്ചത്. അവർക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെപ്പറ്റി പറഞ്ഞൊരു പാവം ഒരു കുട്ടിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ഒരു പാവമായിട്ടുള്ള കുട്ടി, അതും സ്വന്തം സഹോദരൻ തന്നെ കൊന്നു എന്ന് പറയുമ്പോഴത്തേന് എന്തുമാത്രം വിഷമം ആ ടീച്ചർമാർക്ക് തന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക്, ആ ഒരു ഫാമിലിയിലുള്ളവർക്ക്, നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ എന്തുമാത്രം വിഷമം വരും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവൻ, അത് 23 വയസ്സുള്ള ആ ഒരു വ്യക്തി ഇത്രമാത്രം ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ എന്തായിരിക്കണം അവർ പ്രൊവോക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അവർ കടത്തിൻ്റെ കാര്യമാണെന്നാൽ പോലും ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെങ്കിൽ
ഇനി ലഹരിയോ എന്തെങ്കിലും കഴിക്കാതൊന്നും ആയിരിക്കത്തില്ല. അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റിലായിരിക്കണം ഇങ്ങനെ ഈ ഒരു വീട്ടിലുള്ളവരെ സഹോദരൻ എല്ലാവരെയും കൊന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മക്കളെ ഇപ്പം വരുന്ന തലമുറയൊക്കെ ഉള്ളവരെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവരെയൊക്കെ ചെക്ക് ചെയ്യുക. അവരെ ക്യാരക്ടറൊക്കെ ഭയങ്കര മോശമാവുന്നതിന് മുമ്പ് ഇതൊക്കെ ചെക്ക് ചെയ്താൽ, അല്ലാതെ എൻ്റെ മോൻ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അവരെ കാര്യങ്ങളും ചെക്ക് ചെയ്യണം.